കർണാടകയിൽ ഇനി DK യുഗം. കർണാടകയുടെ 25ാം മുഖ്യമന്ത്രിയായി DK ശിവകുമാർ സത്യവാചകം ചൊല്ലി അധികാരമേറ്റു. DKയ്ക്കൊപ്പം 13 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേറ്റു. മറ്റ് സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ അടക്കം ചടങ്ങിന് സാക്ഷികളായി. DK ಶಿವಕುಮಾರ್ ಎಂಬ ಹೆಸರಿನಾದ ನಾನು ಕಾನೂನು ಮೂಲಕ ಸ್ಥಾಪಿತವಾದ ಭಾರತದ ಸಂವಿಧಾನ ವಿಷಯದಲ್ಲಿ ಪ್ರಮಾಣ ಮಾಡುತ್ತೇನೆ. ശ്രദ്ധാപൂർവകമായി പ്രതിജ്ഞ ಮಾಡುತ್ತೇನೆ. കോൺഗ്രസ് ഹൈക്കമാൻഡ് നിർദ്ദേശപ്രകാരം സിദ്ധരാമയ്യ രാജിവെച്ചതിനെ തുടർന്നാണ് കന്നഡ നാടിന് പുതിയ കാവൽക്കാരനായി മുഖ്യമന്ത്രി പദവിയിലേക്ക് DK ശിവകുമാർ എത്തിയത്. 8 തവണ നിയമസഭാംഗവും 4 തവണ മന്ത്രിയുമായ ദൊഡ്ഡലഹള്ളി കെമ്പഗൌഡ ശിവകുമാർ എന്ന DK ആദ്യമായാണ് കർണാടക മുഖ്യമന്ത്രിയാകുന്നത്. ഭരണഘടന ഉയർത്തിക്കാട്ടി DK ശിവകുമാർ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത G പരമേശ്വര അംബേദ്കറുടെ നാമത്തിലാണ് സത്യവാചകം ചൊല്ലിയത്. ಅಥವಾ ಬಹಿರಂಗಪಡಿಸುವುದಿಲ್ಲ ಎಂದು ಡಾಕ್ಟರ್ ಅಂಬೇಡ್ಕರ್ ಅವರ ಹೆಸರಿನಲ್ಲಿ ಪ್ರಮಾಣ ಮಾಡುತ್ತೇನೆ. ശ്രദ്ധാപൂർവകമായി പ്രതിജ്ഞ ಮಾಡುತ್ತೇನೆ. 2023 തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം 2.5 വർഷം മുഖ്യമന്ത്രി പദത്തിൽ ധാരണ ഉണ്ടായിരുന്നതായാണ് DK ക്യാമ്പ് വിശ്വസിച്ചിരുന്നത്. എന്നാൽ 2.5 വർഷത്തിന് ശേഷം സിദ്ധരാമയ്യ സ്ഥാനമൊഴിയാഞ്ഞതിനെ തുടർന്നുണ്ടായ അധികാര വടംവലി കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ തലവേദന ഉണ്ടാക്കിയിരുന്നു. കേരളത്തിൽ UDF മന്ത്രിസഭ അധികാരമേറ്റ ഉടൻ സിദ്ധരാമയ്യയെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് മുഖ്യമന്ത്രി പദം ഒഴിയണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്ന് സ്ഥാനമൊഴിഞ്ഞ സിദ്ധരാമയ്യയെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമാക്കി ഹൈക്കമാൻഡ് നിയോഗിക്കുകയും ചെയ്തു. സിദ്ധരാമയ്യയുടെ ആവശ്യപ്രകാരം മകൻ യതീന്ദ്രയെ മന്ത്രിസഭയിലും ഉൾപ്പെടുത്തി. ರಾಜ್ಯದ ಮಂತ್ರಿಯಾಗಿ ನನ್ನ ಕರ್ತವ್ಯಗಳ ಯುಕ್ತ ನಿರ್ವಹಣೆಗೆ ಅಗತ್ಯವಾಗಬಹುದಾದ ಸಂದರ್ಭದಲ್ಲದೆ ಅನ್ಯಥಾ ಯಾರೇ ವ್ಯಕ್ತಿಗೆ ಅಥವಾ ವ್ಯಕ್ತಿಗಳಿಗೆ ಪ್ರತ್ಯಕ್ಷವಾಗಿ ಅಥವಾ ಪರೋಕ್ಷವಾಗಿ ತಿಳಿಸುವುದಿಲ್ಲ ಅಥವಾ ಬಹಿರಂಗಪಡಿಸುವುದಿಲ್ಲ ಎಂದು ಸಂವಿಧಾನದ ಹೆಸರಿನಲ್ಲಿ ಶ್ರದ್ಧಾಪೂರ್ವಕವಾಗಿ ಪ್ರತಿಜ್ಞೆ ಮಾಡುತ್ತೇನೆ. മലയാളിയായ കോട്ടയം സ്വദേശി KJ ജോർജ്, മംഗലാപുരത്തു നിന്നുള്ള MLA UT ഖാദർ എന്നിവർ കർണാടക മന്ത്രിസഭയിൽ ഇടം പിടിച്ചു. KJ ಜಾರ್ಜ್ ಎಂಬ ಹೆಸರಿನ ನಾನು ಕಾನೂನಿನ ಮೂಲಕ ಸ್ಥಾಪಿತವಾದ ಭಾರತದ ಸಂವಿಧಾನದ ವಿಷಯದಲ್ಲಿ ಬಹಿರಂಗಪಡಿಸುವುದಿಲ್ಲ ಎಂದು ದೇವರ ಹೆಸರಿನಲ್ಲಿ ಪ್ರಮಾಣ ಮಾಡುತ್ತೇನೆ. ശ്രദ്ധാപൂർവകമായി പ്രതിജ്ഞ ಮಾಡುತ್ತೇನೆ. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുടെ മകൻ പ്രിയങ്ക് ഖാർഗെയും മന്ത്രിസഭയിലുണ്ട്. പ്രൗഢഗംഭീര ചടങ്ങിൽ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുന ഖാർഗെയ്ക്ക് പുറമെ രാഹുൽ ഗാന്ധി, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, കോൺഗ്രസ് മുഖ്യമന്ത്രിമാരായ VD സതീശൻ, രേവന്ത് റെഡ്ഡി, സുഖ്വീന്ദർ സിംഗ് സുഖു എന്നിവരും മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കർണാടക മുഖ്യമന്ത്രിയുമായ M വീരപ്പ മൊയ്ലി തുടങ്ങിയവരും പങ്കെടുത്തു. 34 അംഗ മന്ത്രിസഭയിൽ മറ്റ് 20 പേരുകൾ പിന്നീടാകും പ്രഖ്യാപിക്കുക. ഒഴിവുവന്ന രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ശേഷമാകും മന്ത്രിസഭാ വികസനം. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് മലയാളം.